ക്രിസ്മസ് കാർണിവൽ ബ്രേക്കിംഗ് അവേഴ്സിൽ നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം കാട്ടാക്കട അരുവിക്കുഴിയിൽ യുവാവിനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലാൻ ശ്രമം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പ്രവീണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊലപാതക ശ്രമത്തിന് ശേഷം പ്രതി അനിൽകുമാർ ആത്മഹത്യ ചെയ്തു. സുനിഷ അയ്യല്ലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ, ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമാധാനവുമില്ലാത്ത വാർത്തകളാണല്ലോ വരുന്നത്. കാട്ടാക്കട അരുവിക്കുഴിയിൽ എന്താണ് സംഭവിച്ചത്? സുജയ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ അരുവിക്കുഴിയിലെ വീട്ടിൽ പ്രവീൺ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇയാളെ അയൽവാസിയും ഒപ്പം തന്നെ ബന്ധുവും കൂടിയായ അനിൽകുമാർ എത്തി ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു എന്നതാണ്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, തലയൊട്ടിക്ക് പൊട്ടലേറ്റിട്ടുണ്ട് എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ പ്രവീണിനെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ അതിതീവ്ര വിഭാഗം പരിചരണത്തിൽ തുടരുകയാണ് എന്നതാണ്. അതിന് പിന്നാലെ തന്നെ തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നാണ് ഈ പ്രതിയായിട്ടുള്ള അനിൽകുമാറിനെ വീട്ടിലെ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയും ചെയ്തത്. നിലവിൽ എന്താണ് ഈ ആക്രമിക്കാനുള്ള കാരണം എന്നതിൽ വ്യക്തമായിട്ടില്ല. ഇവർ തമ്മിൽ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന സംശയമാണ് പോലീസിനുള്ളത്. ഏതായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതി ഈ അനിൽകുമാർ തൂങ്ങി മരിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിലാണോ അടുത്ത ദിവസം തന്നെ തൂങ്ങി മരിച്ചത് എന്നതറിയില്ല. ഏതായാലും പ്രവീണിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സുജയ. ഓക്കെ, സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.